ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട്, പക്ഷേ എനിക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണില്ല. എങ്ങനെയായാലും കടം മേടിച്ചിട്ട് ചെയ്യേണ്ടി വരിക, സാമ്പത്തികമായിട്ട് എപ്പോ പ്രശ്നം വരിക. വീട്ടിലെല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഈ പൈസയൊക്കെ എവിടെയാ പോണത്? ഇങ്ങനെയുള്ള കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂല കാരണം നമ്മളുടെ വീട് തന്നെയാണ്. ആ വീട് സ്വയം തന്നെ ഒരു മാഗ്നറ്റ് ആകണം, അപ്പോഴാണ് അവിടെ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുക. ഇതെങ്ങനെയാണ് സാധിക്കുക? സാധാരണഗതിയിൽ ഊർജ പ്രവാഹങ്ങളാണ് എല്ലാം കറക്റ്റ് ചെയ്യണത്. ഇത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടായിരിക്കും കേട്ടോ. ഊർജ പ്രവാഹം എന്താണ്? നമ്മൾ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അപ്പോൾ ഉദയം ഒരു വരവാണ്, അതൊരു ഇംഗമാണ്. നേരെ മറിച്ച് അസ്തമനോ, അതൊരു അസ്തമനമാണ്, അതായത് എക്സ്പെൻസ് ആണ്. ഇത് നമ്മളെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രം ഒരു ഒക്കൽ സയൻസ് ഒന്നുമല്ല, പ്രപഞ്ചത്തിൻ്റെ താളത്തിന് ഒത്ത് നമ്മളെ ജീവിതത്തിനെ മാറ്റാനുള്ള ഒരു രീതിയാണ്. വാസ്തുശാസ്ത്രം ഉപയോഗിക്കുകയാണോ നമ്മളുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഉദാഹരണമായിട്ട് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ ശരിക്കുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഊർജ പ്രവാഹങ്ങൾ ബ്ലോക്ക് ആകുന്നതാണ്. കൂടാതെ ചില ഏരിയകളുണ്ട് നമ്മളെ വീട്ടിൻ്റെ, അതിൽ പോസിറ്റീവായിട്ടുള്ള ഏരിയ ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ഏരിയ ഉണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള ഏരിയയാണ് കൂടുതൽ എനർജൈസ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരും, മദ്യ ആസക്തി വരും. നമ്മൾക്ക് കൂടാതെ നമ്മൾ ഓരോ കാരണങ്ങളും നമ്മളെ സ്വയം കാർന്ന് തിന്നുന്ന ഒരവസ്ഥ വരും. ഈ വാസ്തുശാസ്ത്രം ഒരേ ഒരു വിഷയമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ജ്യോതിഷത്തിൽ പ്രശ്നം കണ്ടാലും ശരി, പരിഹാരം വാസ്തുശാസ്ത്രത്തിലാണ്. വാസ്തുശാസ്ത്രം ശാസ്ത്രീയമായി നമ്മൾ ഉപയോഗിച്ചോ, ദാരിദ്ര്യം, മനക്ലേശങ്ങൾ, തൊഴിലില്ലായ്മ, അസ്വാസ്ഥ്യങ്ങൾ, ഭാര്യാഭർത്ത് ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നം, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഇങ്ങനെ എല്ലാ പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരം വാസ്തുശാസ്ത്രത്തിലുണ്ട്. നമ്മളാരും വിഷമിച്ചിട്ട് ജീവിതം തള്ളി നീക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിനുമുള്ള പരിഹാരം നിങ്ങളുടെ സ്വന്തം വീട്ടിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ഉണ്ട്. വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക.